ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളായിക്കോട്ടെ, ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ളതായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ, ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ കളർഫുൾ ആക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ, ടോക്സിക് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇപ്പോൾ നിലവിലുള്ള റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എന്ന് ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സാണ്. അതായത് സൗന്ദര്യപ്പിണക്കങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്ത് സംസാരിച്ചാലും അവസാനം അത് അടിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരവസ്ഥ. ഒരു സപ്പോർട്ട് ഫീൽ ചെയ്യുന്നതിന് പകരം എന്നും സ്ട്രെസ്ഫുള്ളാണ് നിങ്ങളുടെ ലൈഫെങ്കിൽ അത് ഒന്നാമത്തെ സൈനാണ്, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വാസം. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചതിനെ റീഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലെങ്കിൽ അതും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബഹുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്, ലാക്ക് ഓഫ് റെസ്പെക്റ്റ്. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റ്. അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, രണ്ടു പേർക്കും. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ അതിനൊന്നും ഒരു വില കൊടുക്കുന്ന ഒരാളല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വാല്യൂസാണ്. അതായത് വ്യത്യസ്തമായ ചിന്താഗതികൾ, വ്യത്യസ്തമായ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്മൂത്ത് ലൈഫിന് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൺഹെൽത്തി കോൺഫ്ലിക്ട്സ് എന്ന് പറയും. അതായത് ഈ നേരത്തെ പറഞ്ഞ സൗന്ദര്യപ്പിണക്കങ്ങളല്ലാതെ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഉറപ്പായിട്ടും ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും എന്നിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അധികം കാലത്തേക്ക് നീങ്ങി നിൽക്കില്ല. പക്ഷേ ഇത് ലോങ് ടേം ആയിട്ട് ഒരിക്കലും അവസാനിക്കാത്ത കോൺഫ്ലിക്ട്സ്, എത്ര സംസാരിച്ചാലും അതിനൊരു അവസാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും റിസോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അൺഹെൽത്തി ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് പറയും. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇനി കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഇതിനകത്തുനിന്ന് പിന്മാറുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊന്ന് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ ടെമ്പററി ആണോ എന്ന് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞത് കുറച്ച് കാലത്തേക്കൊക്കെ മാത്രമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ചത് റിപ്പീറ്റഡ്ലി ഇത് നടക്കുന്നുണ്ടെങ്കിൽ, മിക്കവാറും സമയങ്ങളിൽ നടക്കുന്ന വഴക്കുകളൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ചില കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടായിരിക്കും, ഒന്ന് സംസാരിച്ചാൽ മനസ്സിലാക്കിയാൽ തിരുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സംസാരിച്ച് നോക്കുക, തീർച്ചയായിട്ടും അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളൊരു ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് അതൊരു നല്ല ചോയ്സ് അല്ല. തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് എടുക്കുന്നതിൽ യാതൊരു തെറ്റൊന്നുമില്ല. ഒരു പ്രൊഫഷണൽ കൗൺസിലറിൻ്റെയൊക്കെ അല്ലെങ്കിൽ അത് നിങ്ങളുമായി സംസാരിക്കാൻ പറ്റുന്ന, മ്യൂച്വലായിട്ട് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന, ഒരു പക്ഷഭേദമില്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൗൺസിലറിൻ്റെയൊക്കെ അടുത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് തേടുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ പറഞ്ഞ ചോയ്സ്, യുവർ ചോയ്സ്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് തന്നെയായിരിക്കണം, നിങ്ങളുടെ സമാധാനപൂർണമായ ലൈഫ് തന്നെയായിരിക്കണം ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. താങ്ക് യു.